ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഈ ഒരു കൊഹോട്ട് കണക്ട് ഫിനാലെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 9 സെഷൻസ് നമ്മുടെ കഴിഞ്ഞു. അതിൽ നിങ്ങൾ അലുമിനി സെഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ ലേൺ വൈസിനെ കുറിച്ചിട്ട് ഉള്ള സെഷൻസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഇഗ്നോനെ കുറിച്ച്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് മാറിയ ഒരു സെഷൻസ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ സെഷനാണ്. ഫൈനൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സെഷന്റെ മാത്രം, ഈ ഒരു OP 11.0ന്റെ ആ ഒരു സെഷന്റെ ഫൈനൽ മാത്രമാണ്. നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റഡി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, അസൈൻമെന്റ് എഴുതി തുടങ്ങേണ്ടത്, എങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യത്തിനെ കുറിച്ചും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് ഫ്രീ ആവുക. ഇത്ര നേരം നമ്മൾ വളരെ ടൈറ്റായി എല്ലാ കാര്യങ്ങളും, സിലബസ് ഡീകോഡിങ്ങും നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ കുറിച്ചും എല്ലാം പറഞ്ഞ് നമ്മൾ കുറച്ചൊരു ടൈറ്റ്നെസ്സിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ആവാം. ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും കൂടി നല്ല രീതിയിൽ വേണം. അങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക, എല്ലാവരും സംസാരിക്കുക. നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം, കാരണം നിങ്ങളാണ് നമ്മുടെ അസെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവം, ഇവിടേക്ക് വരാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആവും ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പൊ ഷെയർ ചെയ്യാം. അതിനുള്ള അവസരവും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് നിമിഷ എന്നാണ്, ഞാൻ കൊമേഴ്സിലെ മെന്ററാണ്. എന്റെ കൂടെ സപ്പോർട്ടിന് ഷെറിൻ, അതേപോലെ തന്നെ രാഗി, രണ്ടുപേരും ഉണ്ട്. അപ്പോൾ നമുക്ക് സെഷൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ഗെയിമിലൂടെ തന്നെ മുന്നേക്ക് പോവാം. ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ടും നമുക്ക് വരിക ഗെയിം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു OP 11.0 സെഷനിൽ ഇതുവരെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പോയിരുന്നത്, എന്തൊക്കെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ നമുക്കൊരു ഫോമും കൂടെ ഉണ്ടായിരിക്കും, അതും കൂടെ നമുക്ക് ഫില്ല് ചെയ്യണം. അത്രയും ഒരു പ്രോസസ്സ് ഈ ഒരു സെഷനിൽ ഉണ്ടാവും. പക്ഷെ നല്ല രീതിയിൽ നിങ്ങൾ ആക്റ്റീവ് ആവുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ദെൻ നമുക്ക് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്തായാലും വേണം. അപ്പോൾ ആ ഒരു പാർട്ടിസിപ്പേഷനിൽ അൺമ്യൂട്ട് ആക്കുക, അപ്പൊ തന്നെ സംസാരിക്കുക. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, പക്ഷേ നമ്മുടെ അത് നമുക്ക് എത്തുമ്പോഴേക്കും കുറച്ച് ടൈം ലാഗ് ചെയ്യും. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് ഷെയർ ചെയ്യുക, അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അത് നിങ്ങൾ ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതൊരു ഗെയിം അല്ലേ, അപ്പൊ ഇതിലൊരു ഫൈനൽ വിന്നർ ഉണ്ടാവും. അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക് നമ്മുടെ ഗെയിം. സ്റ്റാർട്ട് ചെയ്യാം, ശരി. യെസ് മാം, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേണേഴ്സ് എല്ലാവരും തന്നെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ആൻസർ പറയാൻ ശ്രമിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഗവൺമെന്റ് റൂളും കാര്യങ്ങളൊക്കെ മാം പറഞ്ഞു തരും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെയിമിന്റെ നെയിം എന്ന് പറയുന്നത് സൂം ഇൻ സൂം ഔട്ട് ആണ്. ഈ ഒരു ഗെയിമിൽ നമ്മൾ ഗസ് ചെയ്യാം. നമുക്ക് സൂം ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ആ ഒരു പിക്ചർ നോക്കി അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. ഓക്കെ, ഗസ് ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൻസർ അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ അതിന്റെ ഫസ്റ്റ് വേർഷൻ ആയിരിക്കും കാണിക്കുക. ഈ ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു വ്യൂസ് ആയിരിക്കും നമ്മൾ കാണിക്കുക. ദെൻ നിങ്ങൾ അത് ഗസ് ചെയ്ത് അതിന്റെ ആൻസർ കൃത്യമായിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാം, മെസ്സേജ് ആയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ലേണേഴ്സ് എല്ലാവരും തന്നെ ചാറ്റ് ബോക്സിൽ ഒന്ന് റെഡിയാണ്. ഒരു റിയാക്ഷൻ തരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അതെ, യാ, ലേണേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് മാം. നമുക്ക് ഓക്കെ തുടങ്ങാം. ഓക്കെ, വേഗം ഗസ് ചെയ്തോളൂ. ഒരു കുഞ്ഞു ക്ലൂ തരാം. ഒരു ഗ്ലോബൽ ഐക്കൺ ആണ്. ഭയങ്കര അധികം സിമ്പിൾ ആണ്. നിങ്ങൾ മൈക്ക് യൂസ് ചെയ്തിട്ട് തന്നെ പറയാൻ നോക്കൂ കേട്ടോ. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, ഒരു ആൻസർ വന്നിട്ടുണ്ട്. ഇനി ഉണ്ടോ ആയിരിക്കുമല്ലോ ഇനി ആൻസർ പറയാം? ഇല്ല, നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോ എന്തായാലും കൃത്യമായിട്ടുള്ള ആൻസർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ശരി. നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഗെയിമിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൺഗ്രാറ്റ്സ്. അതെ, ആരായിരുന്നു അത്? ആരാ പറഞ്ഞേ? ഒലീവിയ. ഒലിവിയ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. കൺഗ്രാറ്റ്സ് ഒലിവിയ. മോഹൻലാൽ. വാവ്, ഓക്കെ. ഗസ് ചെയ്തു. പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് വരുന്നുണ്ട്. കറക്റ്റ് ആണ്. ഓക്കെ, ഇതാരായിരുന്നു ഗസ് ചെയ്തേ? ഞാൻ തന്നെ ഒലീവിയ.
ഒലിവിയ തന്നെ. എഗ് കൺഗ്രാറ്റുലേഷൻ. നെക്സ്റ്റ് ശോഭന. ശോഭന. വാവ്, ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ആണ്, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തേക്ക് പോവാം. റെഡിയാണോ? അടുത്തേക്ക് പോവാൻ റെഡിയാണോ എല്ലാവരും? കുറച്ച് ഇൻട്രസ്റ്റഡ് ആയോ ഇപ്പോ? ഗെയിം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അല്ലേ? യാ, നമുക്ക് അതെ. റിയാക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഇതാരായിരിക്കും? VS അച്യുതാനന്ദൻ. നോക്കാം. ഓക്കെ, വേറെ ആൻസർ വല്ലതും ഉണ്ടോ? വേറെ ആൻസേഴ്സ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മാം. അതെ അതെ. വേറെ ചാറ്റ് ബോക്സിൽ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, എല്ലാവരും ഈ ഒരു ആൻസർ ഓക്കെ തന്നെയാണ് ഓക്കെ എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, ഓക്കെ. ശരിയാണല്ലോ. അടുത്തേക്ക് പോവാം. യെസ് മാം. ഓക്കെ, വേഗം പെട്ടെന്ന് ഗസ് ചെയ്തോളൂ. ചാക്കോച്ചൻ. ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരാള് തന്നെയാണ് അല്ലേ മാം? അതെ. അതെ അതെ. ചാക്കോച്ചനാണോ? നമുക്ക് ആൻസേഴ്സ് നോക്കാം. ചൈതന്യ, ചാക്കോച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും ദിലീപ്. എനി ഗസ്? അയ്യോ അയ്യോ, ഞാൻ ആൻസർ ഇട്ട് കഴിഞ്ഞല്ലോ. മാം പെട്ടെന്ന് തന്നെ ആൻസർ റിവീൽ ചെയ്തിരിക്കുകയാണ്. അതെ അതെ. ആള് ഇതാരാ നമ്മുടെ മനസ്സിലായോ? സന്ദീപ്. യാ യാ സന്ദീപ്. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. യെസ് മാം, നെക്സ്റ്റ്. ഗസ്സിങ് പോരാട്ടോ, കുറച്ചും കൂടെ എനർജി ആയിട്ട് എല്ലാവരും ഗസ് ചെയ്യൂ. ഗസ് ചെയ്തോളൂ. ക്ലിയർ ഒലിവിയ ആയില്ല? കേൾക്കുന്നില്ല. ടോബിനോ തോമസ് ആണോ? അല്ല അല്ല അല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളല്ല കേട്ടോ. ആക്ച്വലി ഒരു ക്രിക്കറ്റർ ആണ്. അതെ. ഇനിയൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഒരു ക്രിക്കറ്റർ ആണ്. കിട്ടുന്നില്ല? എല്ലാരും ക്യൂലെസ് ആയിട്ട് ഇരിക്കാൻ തോന്നുന്നു മാം. നമുക്ക് ആരാണ് നോക്കാൻ? നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഏ നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ ആരാന്ന്? യാ, ഞാൻ പറയണ മാം. ഇല്ല. പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. ആണോ ആ എന്നുള്ളത് നോക്കാം. ഓക്കെ, ബുംറ അല്ലേ? നോക്കാം. ആണല്ലോ. അതെ അതെ, ബുംറ തന്നെയാണ്. ഓക്കെ, ഇതറിയായിരുന്നോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഗസ്സോ? ഇല്ല. ഇല്ല. ഇല്ല, ഓക്കെ, ഇല്ല. കിട്ടിയില്ല അല്ലെ? ഓക്കെ ഓക്കെ, അടുത്ത സെഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ആണേ, പെട്ടെന്ന് ഗസ് ചെയ്തോ. കുറച്ച് ചാൻസ് കുറവാണ് കിട്ടാൻ. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഒന്നും അല്ല കേട്ടോ. നമുക്കൊരു ക്ലൂ എനിക്ക് കൊടുക്കാം അല്ലേ തോന്നുന്നേ മാം? ആ, ക്ലൂ കൊടുത്തോളൂ. ഒരാൾ ആൻസർ പറഞ്ഞു. അല്ലല്ല, കറക്റ്റ് ആണോ? ഞാനാണ് രാഗി. രാഖി മാം ആണ്. എനിക്ക് ഓക്കെ. തോന്നുന്നു ഇവര് ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങക്ക് എന്താ മനസ്സിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഗസ് ചെയ്ത് പറയൂ. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു മാർക്ക് ഇടാനൊന്നല്ലല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതല്ലേ അതിന്റെ ഒരു അതെ രസം. അതെ അതെ, രാഗി മാം പറഞ്ഞ പോലെ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഒരു ഫൺ ഗെയിം അത്രേ ഉള്ളൂ. നമുക്ക് തോന്നുന്ന എല്ലാ ആൻസേഴ്സും പറയാം. നിങ്ങൾ യാതൊരു ഇൻഹിബിഷന്റെ ആവശ്യമില്ല. ഒരു മടിയും കാണിക്കേണ്ട. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ആൻസേഴ്സും പറയാം. ചെറിയൊരു ക്ലൂ തരാം. ഒരു ഗ്ലോബൽ ഐക്കൺ ആണ്, സംവെയർ റിലേറ്റഡ് ടു ബിസിനസ്. കുറച്ചും കൂടെ ഈസി ആവാൻ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇനി ഗസ്, എല്ലാവർക്കും റാൻഡം ഗസ് ചെയ്യും നിങ്ങൾ. മാം ഇത് മിസ്റ്റർ ബീൻ ആണോ? ഒലിവിയ മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതർ ഓപ്ഷൻസ്? ഇനി ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ആൻസേഴ്സ്? ഇനി അതർ ആൻസേഴ്സ്? എന്തെങ്കിലും പറയൂ. നിങ്ങൾ മിണ്ടാതിരിക്കണ്ട. മിണ്ടാത്തവര് പലരും ഉണ്ട്. മിണ്ടിക്കൊണ്ടേയിരിക്കൂ. പറയാൻ പറ്റില്ല നിഷ ചിലപ്പോ. മാം മാം തുടക്കത്തിലേ പറഞ്ഞു ഇതൊരു ഫൺ എന്റർടൈൻമെന്റ് ഗെയിം ആണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെ പാർട്ടിസിപ്പേഷൻ ആണ് വലുത്, ആൻസേഴ്സ് അല്ല. മാം അപ്പൊ നമുക്ക് ആൻസർ നോക്കിയാലോ എന്നാല്? അതെ, റിവീൽ ചെയ്യാം. പിക്ചർ കാണുമ്പോ ആരാന്ന് അറിയുന്നുണ്ടോ? ഇല്ല? ഓക്കെ, ശരി. മാമിന് വല്ല ഐഡിയ ഉണ്ടോ? യെസ് മാം, ഇത് ആമസോണിന്റെ ജെഫ് ബെസോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോവാം പോ. യാ, നെക്സ്റ്റ് നോക്കണം. ഓക്കെ ഓക്കെ, ഇത് പെട്ടെന്ന് കിട്ടും. യാ, ഇത് ചിത്രയാണോ? കുറച്ചുകൂടി ഈസിയാണ്. അതെ. ചൈതന്യ അല്ലേ ആൻസർ പറഞ്ഞത്? അല്ല, ഒലിവിയ. ഒലിവിയ. ഒലിവിയ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, യാ, പറഞ്ഞോ, എന്താ പറഞ്ഞേ? ചിത്ര. ചിത്ര തന്നെയാണോ? ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയൊക്കെ. ചിലപ്പോ വീണ്ടും വേറെ വല്ല ഓപ്ഷൻസുകളൊക്കെ വന്നാലോ. അതെ. വാര്യറാണോ? ആ, അങ്ങനെ അടുത്ത ഓപ്ഷൻ കുറെ ആരാ? ഓപ്ഷൻസ് വരുന്നത്. ചൈതന്യ. ഇനി ആർക്കെങ്കിലും ഗസ് ചെയ്യാണ്ടോ? ഗസ്സുകൾ പോന്നോട്ടെ. അതെ.
ഇല്ല, നിങ്ങള് ഞാനും ഗസ് ഗസ് ചെയ്യൂ. ചെയ്യില്ല. ഇതെന്തായാലും അവര് ഗസ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ. ഇപ്പോഴൊക്കെയല്ലേ ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സിലെ ചാറ്റില് ഉത്തരം ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്, KS ചിത്ര എന്ന്. അപ്പൊ രണ്ടാൾക്കാർ KS ചിത്ര പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിന് അഗേൻസ്റ്റ് ഒരാള് കാര്യമില്ലേ? ഒരാള് മഞ്ജു ആ, വാര്യർ എന്നും പറഞ്ഞു അല്ലേ? ഒരാള് ചൈതന്യ മഞ്ജു വാര്യർ എന്നും പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആ, ആരാണെന്ന് നോക്കാം. നോക്കാം. കറക്റ്റ് ആണ് കേട്ടോ, കേസ് കറക്റ്റ് ചിത്രയാണ്. ആണ്. നെക്സ്റ്റിക്ക് പോവാം. യെസ് മാം. ഓക്കെ. ഇതാരായിരിക്കും? ഗസ് ചെയ്യൂ പെട്ടെന്ന്. തെറ്റിയാലൊന്നും ഇഷ്യൂ ഇല്ല, നമുക്ക് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാം. ആം, എല്ലാവരും കൃത്യമായിട്ടുള്ള ആൻസർ പറയണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എല്ലാവരും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ മുമ്പ് എന്ത് ഒരു രസമില്ല കളിക്ക്. അപ്പൊ ഇങ്ങനെ തെറ്റുത്തരങ്ങൾ വരിക, എല്ലാവരും കൊറേ ഗസ് കേൾക്കുമ്പോഴല്ലേ അതിനൊരു ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നുള്ളൂ. അതെ. രേഷ്മ എന്തോ പറഞ്ഞല്ലോ, ക്ലിയർ ആയില്ലടാ, ഒന്നും കൂടെ. രേഷ്മയല്ലേ? ശരി മാം, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? നമുക്ക് ചെറിയൊരു ക്ലൂ കൊടുക്കാം. അഗെയിൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആള് തന്നെയാണ്. തമിഴ് മൂവി നടൻ കാർത്തിക് ആണോ? നമുക്കൊരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ആരാണത് ആണോന്ന് പറഞ്ഞത്? അറിയില്ല അല്ലെ, നോക്കണം. നമുക്ക് നോക്കാം. അതെ. ഇനിയും ഗസ്സുകൾ പോരട്ടെ. ഇനി ഗസ് വരട്ടെ. ചൈതന്യ, ഇനി ഗസ്. ഒലിവിയ പറയൂ. റിവീൽ ചെയ്യാം നമുക്ക്. ഓക്കെ മാം, നമുക്ക് റിവീൽ ചെയ്യാം. ഓക്കെ. കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ്. ആരായിരുന്നു ആൻസർ പറഞ്ഞത്? ആരായിരുന്നു? നവിഷ്ണ. ആ, ചൈതന്യ. ഓക്കെ, രണ്ടുപേരും പറഞ്ഞല്ലേ? ഓക്കെ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അടുത്തയിലേക്ക് പോയാലോ? യെസ് മാം. ഓക്കെ. ഇതെന്തായിരിക്കും? കോണ്. ചോളം. ഉണ്ടോ ഗസ്? ചോളകം. നമുക്ക് ഒരുപാട് ഗസ് വന്നതാണ്, അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാം എന്തായാലും. റിവീൽ ചെയ്യാം. കറക്റ്റ് ആണല്ലോ. അതെ, correct. നെക്സ്റ്റിലേക്ക് പോവാം. പെട്ടെന്ന് ഗസ് ചെയ്തോ. വഴുതനങ്ങ. ആണോ? ഒന്നും കൂടെ ഗസ് ചെയ്ത് നോക്കൂ, അതന്നെയാണോ? ആണ്, ഷുവർ ആണ്. ഓക്കെ, എന്നാ നമുക്ക് പോവാം അല്ലേ? നോക്കാം. യെസ് മാം, ഒത്തിരി ഗസസ് വന്നല്ലോ. അതെ, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ഗസിലേക്ക് പോവാണേ. ഗസ് ചെയ്തോളൂ. വളരെ കയ്പയാണോ? കഠിനമായ ഒരു ചോദ്യം. ക്ലിയർ ആയില്ല. കയ്പയാണോ? നോക്കാം. ഇനി എന്താ ഗസസ്? എന്തായിരുന്നു ഫാസിൽ, എന്തായിരുന്നു പറഞ്ഞേ? പാവയ്ക്കാന്നല്ലേ പറഞ്ഞത്? അതെ. ഇത് വെയിറ്റ് ലോസിനെല്ലാം കഴിക്കുന്ന സാലഡിലെ സാധനാണോന്ന് അറിയില്ല, പേര് കറക്റ്റ് അറിയില്ല. ഓക്കെ, ഓക്കെ. നോക്കാം നമുക്ക്. റിവീൽ ചെയ്യാം എന്തായാലും. നോക്കാം. ഇതെന്താണ്? ഇതിന്റെ പേരെന്താണ്? ബ്രോക്കോളി. സാലഡിൽ എന്ന് പറഞ്ഞ ആൾ ഇതാണോ ഉദ്ദേശിച്ചേ? ഇത് തന്നെ, ഇതന്നെ. ഇതിന്റെ പേരറിയില്ല. ഓക്കെ. നെക്സ്റ്റ് കേട്ടോ, പെട്ടെന്ന് ഗസ് ചെയ്തോ. പൊട്ടറ്റോ. പൊട്ടാറ്റോ. ആണോ? നോക്കാം. ഇനി ആർക്കെങ്കിലും ഗസ് ഉണ്ടോ? ഓക്കെ, ഗസ് വരുന്നുണ്ട്. നമുക്ക് റിവീൽ ചെയ്യാം. യെസ് മാം. ഓക്കെ, പൊട്ടറ്റോ അല്ലേ? ഇനിയോ നെക്സ്റ്റിലേക്ക് പോവാം. ശരി, യെസ് മാം. ഓക്കെ. ഇതെന്താ ഗസ് ചെയ്യൂ? വെണ്ടയ്ക്ക. ആണോ? ഈ ഒരു ഒരുപാട് സെഷൻ ഗസസ് വന്നല്ലോ. അതാ, ഫിലിം ആക്ടേഴ്സിനൊക്കെ വന്നപ്പോ ഇത്രയും ആൻസർ വന്നില്ല. കുറച്ച് വെജിറ്റബിൾ ഒക്കെ ആയപ്പോ ആൻസേഴ്സ് ഇങ്ങനെ വന്നോണ്ടേയിരിക്കുന്നു. അതെ, നമ്മുടെ ലേണേഴ്സ് കുറച്ചുകൂടെ ഹെൽത്തി ആണ്. അതെ. ഓക്കെ, നോക്കാം നമുക്ക്. കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ്. ഒരുപാട് ഗസ് വന്നല്ലോ അതില്. റിവീൽ ഒരുപാട് ചെയ്യാം. ഗസ് വന്നു. അതെ, കുറെ Yes, ഗസ് ma'am. വന്നു. ഓക്കെ. ഇതെന്തായിരിക്കും? എന്തായിരുന്നു? മത്തനാണോ? എല്ലാം ഇതൊരു അങ്ങനെ മലയല്ലേ അല്ലേ? അങ്ങനെ ആർക്കും തോന്നിയില്ല.
ആ ഞങ്ങൾക്ക് കാണുമ്പോ അതൊരു മല എന്നൊക്കെ ഉരുൾപൊട്ടി വന്നൊരു തോന്നുന്നു. മലയല്ലേ ഇത്? ഇവർക്ക് വെജിറ്റബിൾസ് ആയപ്പോ എല്ലാരും ഒരേ ആൻസറുകളാണല്ലോ. അതെ അതെ, നോക്കാം നമുക്ക്. ചിലപ്പോ യെസ് മാം, നമുക്ക് നോക്കാം. ചിലപ്പോ രാഗി മാം പറഞ്ഞതായിരിക്കും ശരി കേട്ടോ, ചിലപ്പോ മലയായിരിക്കും. അതെ നോക്കാം. അതെ അതെ, ട്വിസ്റ്റ് എപ്പോ വേണമെങ്കിലും നടക്കാലോ. ഓ, അവരായിരുന്നു ശരി. ആ ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗെയിം ഇഷ്ടമായോ? യെസ് മാം. ഓക്കെ യെസ്, ഇഷ്ടമായി. ഇഷ്ടമായല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ ആ ഒരു വെജിറ്റബിൾസിന്റെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽത്തി ആയി ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നേ. ഇനി നമുക്ക് ഒരു റാപ്പ് അപ്പ് വീഡിയോ ആണ് വരാനുള്ളത്. ഇതുവരെ നിങ്ങളുടെ ഈ ഒരു സെഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സെഷൻ തൊട്ടിട്ട് ഇപ്പോൾ ഇത് 10th സെഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു സെഷൻ വരെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് കാണാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫസ്റ്റ് സെഷൻ തൊട്ട് എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോയേ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് കാണല്ലേ അത്. ശരി മാം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. ഓക്കെ അല്ലേ ശരി മാം? യെസ് മാം, നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ. എല്ലാവരും ഈ ഒരു സെഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. എന്താണ് റാപ്പപ്പ് വീഡിയോ അല്ലേ? ഏകദേശം എന്താണ് വീഡിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. ഒരു കുഞ്ഞു വീഡിയോ ആണോ കേട്ടോ. കാര്യമായിട്ട് നമ്മൾ ഓരോ സെഷനിലും എന്തൊക്കെ കഴിഞ്ഞു പോയി, നിങ്ങൾ ഓരോ സെഷനും കഴിഞ്ഞു. അലുമിനി സെഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഏത് സെഷൻ ആയിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെ സെഷൻസ് എന്നുള്ളത്? എല്ലാവരും എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നേ? പരമാവധി എല്ലാ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഓക്കെ, എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഓരോ സെഷനും നമുക്ക് ഫസ്റ്റ് തൊട്ടുള്ള സെഷൻസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയൊക്കെയാണ് ഈ സെഷൻസ് പോയത്. ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് പുതിയ ഓരോ അറിവ് വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് അതിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് കൺഫ്യൂഷൻസ് വന്നില്ലേ? യെസ്. ആ ഇപ്പോ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് പഠിച്ചു തുടങ്ങേണ്ടത്? സ്റ്റാർട്ട് ചെയ്തോ എല്ലാവരും? അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും അല്ലേ? അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇനി എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങൾ, ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയി. ഫസ്റ്റ് വരുമ്പോൾ ഉള്ള പോലെ അല്ലല്ലോ, ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലേ? നമ്മുടെ ലേൺ വൈസിൽ എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഇഗ്നോയിൽ എങ്ങനെയൊക്കെയാണ്. ഇഗ്നോനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നോ വന്നു കഴിഞ്ഞപ്പോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. വന്നതിന് ഇല്ല. ശേഷമാണ് ക്ലാസ്സുകളൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫുള്ളി ഓക്കെ ഒരു ഇത് കിട്ടിയത്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഇഗ്നോന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്, ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പിന്നെ അടുത്തത് വന്നത് ഒരു അലുമിനി സെഷൻ അല്ലേ? ഉണ്ടായിരുന്നു. ഇതിന്റെ ഓക്കെ, ഇടയിൽ ഉണ്ടായിരുന്നു. ആ സെഷൻ വന്നപ്പോ നിങ്ങൾക്ക് എന്താണ് അതൊന്ന് എങ്ങനെയാ എന്താ മനസ്സിലായി? ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അല്ലേ, ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാണ്ടായിരുന്നത് അല്ലേ? യെസ് മിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഓരോരുത്തരും. ഇപ്പൊ ചിലവർ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോയിൻ ആയവരുണ്ട്, ചിലവർ ഒരു 22 വർഷത്തെ ഗ്യാപ്പ്, അങ്ങനെ ഒരുപാട് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും പറയാനുള്ള എക്സ്പീരിയൻസ് ഓരോ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു എനർജി വന്നില്ലേ, നമുക്കും പറ്റും ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു എനർജി വന്നോ? യെസ്, വന്നു. എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു പ്രായമില്ല എന്ന് മനസ്സിലായി. കാരണം ആ അത്രയ്ക്കും ഏജിലായ ആൾക്കാർ വരെ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ നമ്മള് ഈ ചെറിയ ഏജിൽ നമുക്കും അത് നേടാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പൊ വന്നു. ഓക്കെ ഓക്കെ. അങ്ങനെ കോൺഫിഡൻസ് ഒക്കെ വന്ന് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇങ്ങനെ ഈ സെഷൻസ് മാത്രമല്ല, ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഓരോ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ ഈവെന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ കോളേജ് ലൈഫൊക്കെ ചിലവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതിൽ ഈവെന്റ്സ് കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഓണം സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനും ഓൺലൈൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി മാം, ഓക്കെ അല്ലേ? വീഡിയോ ഷെയർ ചെയ്യാണ്, എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ.
അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ടേക്ക് കടക്കാം. ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് ആണ്. ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സ് തന്നെയാണ്. സോ നമ്മുടെ ലേണേഴ്സിന് ഒരുപാട് കൺഫ്യൂഷൻസ് കാണും, അല്ലെങ്കിൽ ഒത്തിരി സെഷൻസ് ഇപ്പം 10th സെഷൻ ആണ്, ഒരുപാട് സെഷൻസ് സിലബസ് ഡീറ്റെയിലിംഗ് പോലത്തെ റെക്കോർഡിങ്സ് പോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് നമ്മൾ കടന്നു വന്നു. അപ്പൊ നമ്മുടെ ലേണേഴ്സിന് ഒരുപാട് ഫീഡ്ബാക്സ് അതിൽ നിന്ന് പറയാനുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ കൺസേൺസ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ഇനിയിപ്പം ഞങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഫീഡ്ബാക്കിലൂടെ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ഫീഡ്ബാക്കും നമുക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് ആക്ച്വലി മെന്റേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിനും ഒരു എനർജി തരുന്നത് നമ്മുടെ ലേണേഴ്സ് തന്നെയാണ്. സോ മാം, നമുക്ക് ഓരോരുത്തരായിട്ട് വിളിച്ചാലോ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്? ഓക്കെ, വിളിക്കാം. അവരെന്നെ റെഡി ആയിരിക്കും, ഇങ്ങോട്ട് തന്നെ പറയും, ഞാൻ പറയാമെന്ന് ഓക്കെ പറഞ്ഞിട്ട് ഓക്കെ. ഫസ്റ്റ് വരും. അതെ ആരാണ് അതെ. ആദ്യം? അപ്പൊ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. നിഷ മാം പറഞ്ഞ പോലെ ആരാണ് ആദ്യം വരുന്നത്? നമ്മൾ പേര് വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാ ലേണേഴ്സും ഒരു ചെറിയൊരു ഇൻഫോർമൽ സെഷൻ ആണ്. അപ്പൊ ഒരു മടിയുടെയോ ഒന്നിന്റെയും ഒരു ആവശ്യതയില്ല. നിങ്ങൾക്ക് വന്ന് പേര് പറയാം, അതുപോലെ ഏതാണ് ബാച്ച്, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായത്? ഇപ്പൊ ഒരാള് പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞാൽ മതി. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാ സ്റ്റാർട്ട് ചെയ്യുന്നേ? സ്റ്റാർട്ട് ചെയ്താലോ? ഓ ഓക്കെ ആ, ഓക്കെ. എൻ്റെ പേര് നിജേഷ്. ഞാൻ MA അക്കൗണ്ട്സിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഏകദേശം ഒരു 10-22 വർഷം ആയി ഡിഗ്രി കഴിഞ്ഞിട്ട്. PGക്ക് 1-2 പ്രാവശ്യമായി ട്രൈ ചെയ്യുന്നു. ഇഗ്നോയിൽ എൻ്റെ രണ്ടാമത്തെ കോഴ്സാണ്. ഞാൻ ഇഗ്നോ BEd ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടും ഏകദേശം ഒരു 10 വർഷത്തോളമായി. ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഇഗ്നോ ഒരിക്കൽ രജിസ്റ്റർ ചെയ്തതാണ് MAക്ക് വേണ്ടി. അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും എക്സാംസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് അങ്ങനെ ഉപേക്ഷിച്ചതായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ലേൺ ബേസിൻ്റെ 1-2 ആഡുകളൊക്കെ കാണുന്നു. അങ്ങനെ എൻ്റെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു, മറ്റൊരു സബ്ജക്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ശ്രമമാണ്. പൂർണ്ണമായും വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരുപാട് വർഷത്തെ ഗ്യാപ്പൊക്കെ ഉണ്ട്, എന്നാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ്, മെറ്റീരിയൽസ്, ഇതിൻ്റെ ഒരു പ്രോസസ്സ് വളരെ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലൊരു, ഇതുവരെ ഉണ്ടായിരുന്നതിലും നന്നായിട്ട് സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു എന്താ പറയുക, ഒരു വലിയ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. ആക്ച്വലി നിജി സാർ എന്റെ തന്നെ ലേണറാണ്. അപ്പം വളരെയധികം സന്തോഷം ഒരു ഫീഡ്ബാക്ക് തന്നതില്. സാറും സാറിന്റെ സിസ്റ്ററും കൂടെ ആക്ച്വലി സിബ്ലിങ്സ് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നതാണ്. നമ്മൾക്ക് ഒരു എനർജി തരുന്നത് പോലെ തന്നെ നമ്മുടെ ലേണേഴ്സിനും നമ്മുടെ കോ ലേണേഴ്സിനും കൂടെ ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് സാറിന്റെ ഫീഡ്ബാക്ക്. സോ നെക്സ്റ്റ് ആരാണ് നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത് നോക്കാം. നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് തുടക്കത്തിൽ കിട്ടിയിരിക്കുന്നത്. അതെ, ഇനി നെക്സ്റ്റ് ആരാ പറയണ്ടേ? ഇത് ഒരു എനർജി ആയിട്ട് എടുക്കൂ. അടുത്ത ആള് വരട്ടെ. മാഡം കേൾക്കാവോ? ഓക്കെ, കേക്കാം. ചൈത്രയല്ലേ, പറഞ്ഞോ. ആ, ചിത്ര എന്നാണ് മാഡം. ഞാൻ രാജി മാം ആണ് എന്റെ മെന്റർ. MCOM-ലാണ്. ഓക്കെ, ഞാൻ 24-ലാണ് ഡിഗ്രി പാസ്സായത്. BCom മാർക്കറ്റിംഗ് ആയിരുന്നു എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വർക്കിന് കയറിയായിരുന്നു. അപ്പോ ഫാമിലിയാണ് കൂടുതൽ PG എടുക്കാൻ വേണ്ടി നിർബന്ധിച്ചത്. കാരണം ഞാൻ ഓർത്ത് ഇനി വർക്ക് പെർമനന്റ് ആയിട്ട് കിട്ടിയിട്ട് അതിന്റെ കൂടെ സ്റ്റഡീസ് നോക്കാന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും പറഞ്ഞു, എന്തായാലും BCom വരെ ആയല്ലോ, അപ്പൊ എന്തായാലും ഇനി PG കൂടി എടുത്തോ, അതിനും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കൂടി നോക്കും. എനിക്ക് ബാങ്ക് ഫീൽഡാണ് നോക്കുന്നത്. അപ്പൊ PGയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് വന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്തായാലും കോളേജിൽ പോയി പഠിക്കാൻ ഇനിയിപ്പോ ഒരു 2 years എന്തോ ഗ്യാപ്പ് അടുത്തായല്ലോ. അപ്പൊ കോളേജിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് അതിനോട് ജോലിയും കൂടി വേണം. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇഗ്നോനെ കുറിച്ച് അറിയണത്. അപ്പൊ ഇഗ്നോ ഡിസ്റ്റന്റ് ആയതുകൊണ്ട് എനിക്കെന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് വേണം, എന്നാലേ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ലേൺ വൈസ് കാണുന്നത്. അപ്പോ ലേൺ വൈസിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടു. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ ഖദീജ മാം ആണ്
എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. മാപ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ അസൈൻമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഫുൾ ഹെൽപ്പ് ലേൺ വൈസ് തരും. പിന്നെ നമുക്ക് പേഴ്സണൽ മെന്റർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പേഴ്സണൽ മെന്റർ ഉണ്ടാവുമ്പോഴത്തേക്കും എന്തൊക്കെ ചെയ്യണം, പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഗൈഡൻസ് കിട്ടുമെന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഒരു പഠിക്കാൻ പറ്റും ഈ വർക്കിന്റെ ഇടയിലെന്ന് തോന്നി. പിന്നെ രാജി മാം ആണെങ്കിൽ ഇപ്പൊ 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും വിളിക്കും. അപ്പോ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പോർഷൻസ് പഠിക്കാൻ വിട്ടു പോവാണെങ്കിലും ഞാൻ ഇങ്ങനെ ഓർക്കും മാം എന്നെ മൺഡേ ആണ് വിളിക്കുന്നത്. അപ്പൊ മൺഡേ വിളിക്കും. അപ്പൊ മാമിനോട് ചോദിക്കും എത്ര പോർഷൻസ് ആണ് തീർത്തത് എന്ന്. അപ്പൊ മാഡത്തിനോട് പഠിച്ചിട്ടില്ല എന്ന് പറയാനുള്ളൊരു ഇത് മാഡം ചോദിക്കുമ്പോൾ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് എനിക്ക് പറയണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. പിന്നെ അസൈൻമെന്റ്സ് ആണെങ്കിലും മാഡം പറയും 1 അവർ ആണെങ്കിൽ പോലും വർക്ക് കഴിഞ്ഞിട്ട് പോയി ചെയ്യണം, എഴുതണം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ബ്രേക്ക് ഇല്ലാണ്ട് പോകാൻ വേണ്ടി പറ്റും. സെഷൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയത് അലൂമിനി മീറ്റും പിന്നെ ഫാമിലി മീറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ എന്നെക്കാളും കൂടുതൽ ഗ്യാപ്പ് വന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട്, പിന്നെ പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. എന്തായാലും 2 years നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സാമിന്റെ ഒക്കെ ആണെങ്കിലും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നല്ല ടോപ്പ് സ്കോറോടെ പാസ്സാവണമെന്നാണ് ആഗ്രഹം. അങ്ങനെയൊക്കെയാണ് മാം. പിന്നെ ലേൺ വൈസ് എപ്പോഴും ഒറ്റയ്ക്കല്ല കൂടെ ഉണ്ടാവും പറയുമ്പോഴത്തേക്കും അതൊരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ പോലെയാണ്. ഓക്കെ. ഇത്രയുള്ള മാഡം. അതെ, അടിപൊളിയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കല്ല, കൂടെ തന്നെയാണ്. ഇപ്പോൾ ഓരോ വീക്കിലി കോളിലും അത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ രാഗി മാം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്കും ഒരു എനർജി വരും. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആകുമ്പോൾ നമ്മളെ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ. നിമിഷ ഇനി മാം, ഞാൻ അടുത്ത അതിന്റെ കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്യട്ടെ. ആള് റാങ്ക് ഹോൾഡർ ആണ്. ഓൾറെഡി ആളുടെ ഡിഗ്രി തലത്തില് റാങ്ക് ഹോൾഡർ ആണ്. എനിക്ക് തോന്നുന്നു 10 റാങ്കില് അതിലൊരു പ്ലേസ് കിട്ടിയിട്ടുണ്ട് ആൾക്ക്. റീവാലുവേഷൻ എന്തോ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു എന്നോട്. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ആളെ ഇതിലും ഹൈ സ്കോർ വാങ്ങണം എന്നുള്ളൊരു എയിം വെച്ച് വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അതെന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലേൺ വൈസിലൂടെ ഇയാളും കൂടെ ഒന്ന് റാങ്ക് മേടിക്കും, നമുക്ക് നോക്കാം. നല്ല തുടക്കമാവട്ടെ എന്തായാലും. ഓക്കെ മാഡം, താങ്ക് ഓക്കെ, അടുത്തത് ആരാണ് വരുന്നേ? ശരി മാം, അടുത്ത ആളെ വിളിച്ചാലോ നമുക്ക്? നെക്സ്റ്റ് ലേണറെ വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ലേണേഴ്സ് ആയിട്ട് തന്നെ അവർ ഫീഡ്ബാക്ക് പറയുമായിരിക്കും. ഇപ്പൊ 2 ഫീഡ്ബാക്സ് അവർ ലേണേഴ്സ് ആയിട്ട് തന്നെ പറഞ്ഞതാണല്ലോ, നമുക്ക് അതെ മനസ്സിലായല്ലോ. ഇപ്പം ചിത്രയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് വന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാ ലേണേഴ്സിനും ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ തന്നെ കാണും. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കരുത്. നിങ്ങളുടെ ഗ്രാജുവേഷന്റെ എല്ലാ ഫേസിലും നമ്മൾ ഒരുമിച്ച് കൂടെ കാണും. ഇപ്പം ചിത്ര തന്നെ എക്സാമ്പിൾ ആണ്. വീക്ക്ലി കോൾസ് എത്രത്തോളം ബെനിഫിറ്റ് ആവുന്നുണ്ട്, ആ ഒരു മെന്റർ മെന്റി റിലേഷൻസ് എത്രത്തോളം, കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഒരു ലേണർ എഫക്ട് ചെയ്യുന്നുണ്ട്, അത് കാരണം ലേണർ എത്രത്തോളം പഠിക്കാൻ തുടങ്ങുന്നുണ്ട്, അത് വലിയൊരു കാര്യമാണ്. അപ്പം ചിത്ര ഇവിടെ നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ തന്നു. താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ആരാണ് അതുപോലൊരു ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? ഹലോ, മാമിന് പേര് വിളിക്കേണ്ടി വരുമോ? ഓക്കെ, യെസ്. എന്റെ പേര് ആസിയ ബി. ഞാൻ ഓക്കെ. MA എക്കണോമിക്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി കഴിഞ്ഞ ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് PGക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. കുറെ കാലമായിട്ട് ആഗ്രഹമായിരുന്നു PG എടുക്കണം എന്ന്. കുറെ കാരണങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു വട്ടം ജോയിൻ ചെയ്ത്, പക്ഷെ കൊറോണ ടൈമിലായിരുന്നു, അങ്ങനെ ഫ്ലോപ്പ് ആയി പോയി. പിന്നെ BEd കഴിഞ്ഞ് 5 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് PG ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിലായത്. അങ്ങനെ കുറെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അന്വേഷിച്ചു. അങ്ങനെയാണ് എൻ്റെ കസിന് ലേൺ വൈസിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ തന്നെ അപ്പൊ തന്നെ ലേൺ വൈസിനെ കോണ്ടാക്ട് ചെയ്തു. അവർ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് മെന്ററായി കിട്ടിയത് ഷെറി മാമിനെയാണ്. ഷെറി മാം വീക്കിലി ഇപ്പൊ നേരത്തെ പറഞ്ഞ ആൾ പോലെ ഷെറി മാം വീക്കിലി വിളിക്കുന്നത് കൊണ്ട് നമുക്ക് പഠിക്കണ്ടേ എന്നുള്ളൊരു ടെൻഡൻസി അപ്പൊ വരും. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് സ്കൂളില് കുട്ടികളോട് പഠിക്കാൻ പറയുമ്പോഴാണല്ലോ അവർ പഠിക്കുക. അതേപോലെ ഷെറി മാം വിളിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കണം എന്നുള്ള ടെൻഡൻസി വരുന്നത്. താങ്ക് യു ഷെറി മാം. ദാറ്റ്സ് ഓൾ.
Thank you so much, Asibi, for your warm feedback. Thank you so much. അത് നമ്മുടെ മെന്റർ എന്തായാലും നിങ്ങളെ വീക്കിലി തന്നെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എത്രത്തോളം ആ ഒരു വീക്കിലി കോള് നമ്മുടെ ലേണേഴ്സിന് എഫക്റ്റീവ് ആവുന്നുണ്ട് അല്ലേ നിമിഷ മാം? വളരെയധികം സന്തോഷം നമുക്കത് അറിഞ്ഞതില്. സോ നെക്സ്റ്റ് ഇനി ഫീഡ്ബാക്ക് പറയാൻ ആരാണ് വരുന്നത്? ഇതുപോലെ ലേണേഴ്സ് മുമ്പോട്ട് വരും, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യൂ. നിങ്ങളോടൊപ്പം തന്നെ നമ്മൾക്കും അത് വലിയൊരു ആശ്വാസമാണ്, വലിയൊരു സന്തോഷമാണ്. നമ്മളുടെ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ തരുന്ന റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ്. അത് നിങ്ങളുടെ കൺസേൺ ആയാലും നമ്മൾ ആ കൺസേൺ നമ്മൾ അറിഞ്ഞ് അതിൽ നമ്മൾ എന്തായാലും വർക്കും കൂടെ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ആരാണ് പറയാൻ വരുന്നത് ഫീഡ്ബാക്ക്? കേൾക്കാം. ഓക്കെ മാം, എന്റെ പേര് ഒലീവിയ എന്നാണ്. ഞാനിവിടെ എംകോമിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ശരിക്കും ഡിഗ്രി BA എക്കണോമിക്സ് ആണ്. എനിക്ക് കോമേഴ്സ് ആയിട്ട് ഫീൽഡ് +2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BCom കിട്ടി, പക്ഷെ കുറച്ച് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞാൻ നൈസായിട്ട് BCom മാറി. ഞാൻ BA എക്കണോമിക്സ് പഠിക്കാൻ ചെയ്തത്. അപ്പൊ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഈ അക്കൗണ്ടിംഗ് ഫീൽഡിലേക്ക് തന്നെ വീണ്ടും വരണമെന്ന്. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഒരു 6 മന്ത്സിന് ഒരു അക്കൗണ്ടിംഗ് കോഴ്സ് ഒരു കോഴ്സിന് പോയിണ്ടായിരുന്നു, 6 മാസത്തെയായിരുന്നു. അത് പഠിച്ചാൽ ജോലിക്ക് കയറിയപ്പോഴാണ് മനസ്സിലായി BCom ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നമ്മൾ CV കാണുമ്പോ BA എക്കണോമിക്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുമായിരുന്നു. കാരണം ഞാൻ BA എക്കണോമിക്സ് ആയതുകൊണ്ട് അക്കൗണ്ടിംഗ് ഫീൽഡിലേക്ക് ഒട്ടും ആക്സെപ്റ്റ് അല്ല അവർക്കാർക്കും. അപ്പൊ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇങ്ങനെ PG നോക്കണം, MCom എടുക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ ഇഗ്നു ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഞാൻ BA എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ലേൺ വൈസ് എന്ന ആപ്പ് ഞാൻ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്, ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട്. അങ്ങനെ എനിക്കിത് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ലേൺ വൈസ് കയറി, എന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവിടെ പറഞ്ഞു എന്റെ ബുദ്ധിമുട്ട് എന്താണ്. BA എക്കണോമിക്സ് ആണ്, എനിക്ക് കൊമേഴ്സ് ആയിട്ട് +2 മാത്രമേ ഉള്ളൂ ഒരു അടുപ്പം, അത് എനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ പറഞ്ഞ്. പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവര് പറഞ്ഞ് എനിക്ക് കിട്ടും പറഞ്ഞ്, പഠിക്കാൻ പറ്റും, എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ്. പിന്നെ എന്റെ മെന്റർ ദുർഗ മാം ആണ്. അപ്പൊ മാം എല്ലാ വീക്കും വിളിക്കും. സത്യം മടിയുണ്ട് പഠിക്കാൻ. ഞാൻ ജോലിക്ക് പോയിരുന്നു, പഠിക്കാൻ വേണ്ടി ജോലിയിൽ ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ വെച്ചാൽ വീട്ടിലായപ്പോ മടി കൂടി, വീട്ടിലിരിക്കല്ലേ എന്നുള്ളതില്. പക്ഷെ ദുർഗ മാം എല്ലാ വീക്കും വിളിക്കുമ്പോ മാമോട് പറയണ്ടേ ഞാൻ മുമ്പ് ചെയ്തേ പഠിച്ചേന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ മാക്സിമം പഠിക്കാൻ തുടങ്ങി. അസൈൻമെന്റ്സ് എഴുതുക, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി. പിന്നെ ഇപ്പത്തെ സെക്ഷൻസ് ആയാലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെന്താവും എന്നുള്ളത്. പക്ഷെ ആ സെക്ഷൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, എനിക്ക് കിട്ടും പറ്റും എന്നുള്ളത് തോന്നി. അതുപോലെ എന്നെക്കാൾ ഏജ് ഉള്ളവരും വർക്ക് ചെയ്യുന്നവരും പല പല സ്ഥലത്തുനിന്ന് വന്നവരും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അങ്ങനെ അപ്പൊ ബെറ്റർ ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടു. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എങ്ങനെയാവും എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. ക്ലാസ്സുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ക്ലാസ്സാണ്, ഡൗട്ടുകളൊന്നും വരുന്നില്ല. നല്ല നല്ല വൃത്തിക്ക് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ നോട്ട്സ് ആയാലും എല്ലാം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന പോലത്തെ നോട്ട്സ് ആണ്. അപ്പൊ ഈസിയാണ്, കുഴപ്പമില്ല. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഒലിവിയ. സോ നമ്മള് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ആക്ച്വലി ഒരു വിർച്വൽ എൻവയോൺമെന്റ് തന്നെയാണ് നമ്മൾ ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒലിവിയ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ഗ്യാപ്പ് വരുന്നത് അത് വലിയൊരു കാര്യമല്ല. നമ്മൾ എപ്പോഴാണോ പഠിക്കാൻ തുടങ്ങുന്നത് ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ചെറിയൊരു സ്മോൾ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ലേൺ വൈസിൽ ചേരുന്നു, ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നു, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഇനി തൊട്ട് നമുക്ക് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ ഓരോ ജേണിയുടെ ഓരോ സെഷനിലും നമ്മൾ ഒരുമിച്ച് കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ മെന്റേഴ്സ് ആയിട്ടും എല്ലാ ഫാക്കൽറ്റീസ് ആയിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് നമ്മൾക്ക് വേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മളെ കണക്ട് ചെയ്യണം. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ റിയാക്ഷൻസും ഫീഡ്ബാക്കും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഒലിവിയ. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? ഹലോ മാം, രേഷ്മയാണ്. ഞാൻ 2019 ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. BCom ആയിരുന്നു, കോർപ്പറേഷൻ ആയിരുന്നു. 7 years ആയി. PG എടുക്കണമെന്ന് കരുതി നേരത്തെ ചേർന്നതായിരുന്നു. പക്ഷെ എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ട വന്നു കോവിഡിന്റെ ടൈമില്. അത് കഴിഞ്ഞിട്ട് ശരി ജൂൺ 25 ഞാൻ
ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്ത പക്ഷെ ഡിസംബറിൽ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. എനിക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നിയത് കൊണ്ടാണ് പിന്നെ ഞാൻ തന്നെ നോക്കിയാണ് ലേൺ വൈസിലേക്ക് വന്നത്. ഇതിലോട്ട് വന്നതിന് ശേഷം എനിക്കത് പഠിക്കേണ്ട രീതികളെ കുറിച്ച് രാഖി മാഡം പറഞ്ഞു തന്നു. ഇപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയാസും കിട്ടി. അപ്പൊ അതിലോട്ട് മുമ്പോട്ട് പോകാനും പറ്റുന്നുണ്ട്. നേരത്തെ ടെൻഷനായിരുന്നു ചേർന്നു എന്നിട്ട് ഇനി ചെയ്യാൻ പറ്റൂലേ, ബ്രേക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇത് ഫുൾഫിൽ ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതിനോട് കോൺഫിഡൻസ് കിട്ടി. നല്ലതായിരുന്നു ഇതിലോട്ട് വന്നിട്ട്. ഓക്കെ ചിത്ര, താങ്ക് യു സോ മച്ച്. അപ്പം ചിത്ര ഇനി ടെൻഷൻസും കാര്യങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും ഉടനെ തന്നെ മെന്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യണം. ആൻഡ് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് ഒരു അലുമിനി സെഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞു പോയ ലേണേഴ്സ്, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ലേണേഴ്സിന്റെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇനിയും നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന ലേണേഴ്സിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അലുമിനി മീറ്റിംഗും നിങ്ങളുടെ ഫീഡ്ബാക്ക് അവർക്ക് കൂടെ കൊടുക്കണം. അപ്പം നിങ്ങളുടെ സ്റ്റോറീസും എക്സ്പീരിയൻസും ഒക്കെ തന്നെ നമ്മുടെ വരും ലേണേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പൊ എന്തായാലും അതുപോലത്തെ മീറ്റിംഗ്സിനൊക്കെ ചിത്രയും എല്ലാവരെയും നമ്മള് ഈ ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവരും ഇനീഷ്യൽ സ്റ്റേജിൽ ഒരുപാട് ടെൻഷനും കൺസേൺസ് ഒക്കെ ആയിട്ട് വന്ന എല്ലാ ലേണേഴ്സും അതുവരെ ഗ്രാജുവേഷൻ വരെ നമ്മുടെ കൂടെ വേണം. അത് കഴിഞ്ഞ് നമ്മുടെ അലുമിനി മീറ്റിംഗ്സിന്റെ എല്ലാം തന്നെ ഭാഗമാവണം നിങ്ങൾ എല്ലാവരും തന്നെ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ചിത്ര. നെക്സ്റ്റ് അടുത്ത ആരാണ് വരാൻ പോകുന്നത്? ഇനി നമുക്ക് പേര് വിളിച്ചാലോ? രേഷ്മയായിരുന്നു. ഓ രേഷ്മയായിരുന്നു. ഓക്കെ ഓക്കെ, സോറി. അപ്പൊ താങ്ക് യു സോ മച്ച് രേഷ്മ. നെക്സ്റ്റ് ആരാണ് പറയാൻ വരുന്നത്? എന്റെ പേര് ഫാസില, ഞാൻ എംകോം ആണ്. രാഗി മിസ് തന്നെയാണ് എന്റെ മെന്റർ. ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കണമെന്നില്ല. ഞാനിപ്പോ 4 വർഷത്തിന് ശേഷമാണ് ഡിഗ്രിക്ക് ശേഷം ഇപ്പോ PGക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഞാൻ ഹൗസ് വൈഫാണ്. എനിക്ക് 1.5 വയസ്സായ ഒരു മോളുണ്ട്. ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ചേർന്നത്. എന്റെ കസിൻ വഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നുള്ളത് അറിയുന്നതും ചേരുന്നതും. ഫസ്റ്റ് ചേർന്ന സമയത്ത് ഭയങ്കര ഡൗട്ടായിരുന്നു, എങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ എല്ലാം മാനേജ് ചെയ്ത് പോകും, എങ്ങനെ പഠിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. പിന്നെ ഇപ്പൊ കഴിഞ്ഞ 10 സെക്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ മുന്നേ പഠിച്ച ആൾക്കാരുടെ എല്ലാ ഫീഡ്ബാക്കും കാണുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞ പോലെ ഏജ് ഒരിക്കലും ഒരു എഡ്യൂക്കേഷൻ എന്താ പറയുക ഒരു ഒബ്സ്റ്റക്കിൾ അല്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായത്തിലും ഏത് സിറ്റുവേഷനിലും നമ്മുടേതായ ചെറിയൊരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു കാര്യം ലേൺ വൈസിലൂടെ മനസ്സിലായി. പിന്നെ ലേൺ വൈസിലെ ടീം എല്ലാവരും കേട്ടെടുത്തോളം പറഞ്ഞെടുത്തോളം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ മറ്റുള്ള പോലെ തന്നെ മിസ് എന്നും വീട്ടില് മിസ് കോൾ ചെയ്യണതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെ പിന്നിൽ നയിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ഇതുള്ള കാരണം കൂടി നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മിസ് ചോദിക്കും എന്നുള്ളൊരു ഇത് കൊണ്ടെങ്കിലും നമ്മൾ പഠിക്കും അങ്ങനെ. പിന്നെ അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളിലായാലും ഇനിയിപ്പോ ഡൗട്ടോ എന്തുണ്ടെങ്കിലും മിസ് ക്ലിയർ ചെയ്ത് തരലുണ്ട് എപ്പോ ചോദിച്ചാലും. പിന്നെ പിന്നെ മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ നന്നായി പഠിച്ചു മാർക്ക് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയ നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് എത്തിപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസം ഇപ്പോ ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫാസില. സോ തീർച്ചയായിട്ടും ആ വിശ്വാസം നമ്മൾ എപ്പോഴും തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജേർണിയിലുടനീളം നമ്മൾ ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ് ഇനി ആരാണ് അടുത്ത ഫീഡ്ബാക്ക്? ഈ ഓരോ സെഷൻസ് കഴിഞ്ഞപ്പോഴും നമ്മൾ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്ന ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ, എല്ലാവരുടെ ഫീഡ്ബാക്കിലും അത് വരുന്നുണ്ട്. ശരിയാണ്. അതെ. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയുന്നേ? സ്റ്റാർട്ട് ചെയ്തോളൂ ആരാന്നുണ്ടെങ്കിൽ. എന്റെ പേര് വാജിത. ഞാന് BA എക്കണോമിക്സ് ചെയ്ത് കഴിഞ്ഞത് 2021. അതിനുശേഷം B.Ed ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി. അപ്പൊ അതുകൊണ്ടൊരു ബ്രേക്ക് വന്നു. ഞാന് എപ്പോഴും ഞാൻ ആലോചിക്കായിരുന്നു PG എക്കണോമിക്സ് ചെയ്യണം. പക്ഷെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഈ PG എക്കണോമിക്സ് മാത്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് കൊടുക്കണില്ല. ഇനിയിപ്പോ ഡിസ്റ്റൻസ് ആയിട്ട് കൊടുത്താലും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാന് ക്ലാസ് തരാനൊന്നും ആരില്ലാന്ന്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ മാസാണ് സ്ക്രോൾ ചെയ്ത് നോക്കിയത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ വളരെ ഹെൽപ്ഫുൾ ആയി. അങ്ങനെയാണ് ലേണേഴ്സ്ക്ക് എത്തിയത്. ഞാൻ ഇപ്പോ അന്വേഷിച്ചപ്പോ കൂടുതൽ കുട്ടികൾ MA എക്കണോമിക്സ് എടുത്തിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു എന്നാണ് കേട്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്ക് തന്നിരുന്നു.
അപ്പോൾ ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആയി ലേണേഴ്സിൽ ചേർന്നതിന് ശേഷം കുറച്ചും കൂടി നേരത്തെ തന്നെ ഇതിനെപ്പറ്റി അറിയണം എന്ന് എനിക്ക് തോന്നി. പിന്നെ അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ ക്ലാസ് കേട്ടപ്പോൾ ക്ലാരിഫൈ ആയി. പിന്നെ നമുക്കും അലൂമിനി മീറ്റിംഗ് ഒക്കെ കണ്ടപ്പോ കൂടുതൽ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നമുക്കും ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാന് ഇപ്പൊ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആണ് എനിക്ക് കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത്. കൂടുതലും മാത്സ് ഒന്നും എനിക്ക് തീരെ ബേസ് ഇല്ലാത്ത ആളാണ്. അപ്പൊ അതിനൊക്കെ കുറച്ചും കൂടി ഹെൽപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ലാംഗ്വേജ്. തീർച്ചയായിട്ടും വാജിത, അതിനൊരു പേടിയും പേടിക്കരുത്. നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗം തന്നെയാണ് മാത്സും കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ക്രാക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് വഴി നിങ്ങൾ കണ്ടതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ ഒരു ടെൻഷനും ഒരു ഇൻഹിബിഷനും കാണിക്കരുത്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് എല്ലാ തരത്തിലും നമ്മളുടെ വളർച്ചയ്ക്കും തന്നെ നിർബന്ധമായിട്ടുള്ളതാണ്. സോ ഒരു കാരണവശാലും മടി കാണിക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ആരാണ്? ഹായ് മാം, എൻ്റെ പേര് നവിഷ്ണ. ഞാൻ MCOM സ്റ്റുഡൻ്റ് ആണ്. ഞാൻ 2024 ഡിഗ്രി കഴിഞ്ഞത്. പിന്നെ ലേൺ വൈസിൽ തന്നെ ഞാൻ MA സോഷ്യോളജി ചെയ്തിരുന്നായിരുന്നു ഒരു 1 ഇയർ. ഞാൻ പക്ഷെ എനിക്കൊരു MCOM എടുക്കണം, അതേപോലെ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ജോബ് നോക്കുന്നതാണെങ്കിലും ഒരു എന്താ പറയുക അക്കൗണ്ടിങ് ആ ഫീൽഡിലേക്കായിരുന്നു. അപ്പോൾ ജോബിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും എല്ലാവരും ചോദിക്കും MA സോഷ്യോളജി അല്ലേ, എന്നിട്ട് എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ എത്ര വർക്ക് ചെയ്താലും അങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്തായാലും MCOM ചെയ്യാം. അപ്പോൾ എനിക്ക് MCOM ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്ക് ലേൺ വൈസ് ആണ് മനസ്സിൽ വന്നത്. കാരണം ക്ലാസ്സസ് ആണെങ്കിലും ഒക്കെ MAന്റെ ക്ലാസ്സസ് ആണെങ്കിൽ തന്നെ വളരെ നല്ല ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു. മെന്റേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു. അപ്പൊ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ലേൺ വൈസിൽ തന്നെ കണക്ട് ചെയ്തു, MCOMന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ, ക്ലാസ് എങ്ങനെ ഉണ്ടാവും, എനിക്ക് മനസ്സിലാവുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ മെന്റർ ആണെങ്കിൽ രാഗി മാം ആണ്. മാം ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു മാം ആണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ചെയ്തു തരാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ക്ലാസ്സസ് ഒക്കെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും വേഗം മനസ്സിലാകുന്നുണ്ട്. നല്ല രീതിക്ക് വേഗം മനസ്സിലായി, എല്ലാ കാര്യങ്ങളും ഇതാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓറിയന്റേഷൻ സെക്ഷൻ ആണെങ്കിലും ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ MAന്റെ ഓറിയന്റേഷൻ സെക്ഷൻ അറ്റൻഡ് ചെയ്തതും ഇതും ഒക്കെ തന്നെ നല്ല കോർഡിനേഷനോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നല്ല ക്ലാസ്സസ് ഒക്കെയാണ്. ഇതൊക്കെ തന്നെ. ഓക്കെ ഓക്കെ. വർക്കിന്റെ കൂടെ ആണെച്ചാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഇത്രയും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനമാവുന്നുണ്ട് പറയുന്നതേ വലിയ കാര്യമാണ് കേട്ടോ. ഓക്കെ, എന്തായാലും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടായിരിക്കും കൂടെ. ഇനി നെക്സ്റ്റ് ആരാണ്? ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അഫ്രാനയും ഒരു രേഷ്മയാണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാ ലേണേഴ്സും തന്നെ നമുക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. വാജിത പറഞ്ഞതാണോ? വാജിത പറഞ്ഞു. ഓക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭൂരിപക്ഷവും പറഞ്ഞിട്ടുണ്ട്. 1-2 പേരേ ഉള്ളൂ പെൻഡിങ്. ഇനി 2 ലേണേഴ്സ് കൂടെ ബാക്കിയുള്ളൂ. സോ അഫ്രാന, രേഷ്മ, നിങ്ങൾ റെഡിയാണോ? എന്തായാലും വളരെയധികം സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫീഡ്ബാക്സ് നമുക്ക് കിട്ടി അല്ലേ? അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി എന്തായാലും നമുക്കൊരു ലേണർ ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. ഓക്കെ, ലേണർ ഫീഡ്ബാക്ക് ഫോം എന്തായാലും ഷെയർ ചെയ്തോളൂ. ശരി മാം. ജസ്റ്റ് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഒരു 2 മിനിറ്റ് അത്രയൊക്കെ വേണ്ടി വരൂ. അത്രയും ടൈം ജസ്റ്റ് ഒന്ന് നിങ്ങൾ എടുക്കുക. ആ ടൈമിൽ ഒന്നത് ഫില്ല് ചെയ്യാം. അതിൽ നിങ്ങളുടെ കൺസേൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മൾക്കത് ഭാവിയിൽ ഒരു പ്രയോജനമായിട്ട് വരും. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും അത് ഒന്ന് നോക്കി ജസ്റ്റ് ഇത് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്ത് തരണം കേട്ടോ. ഒരു മടിയും വിചാരിക്കരുത്. ഒരു 2 മിനിറ്റ് ഒക്കെയാണ് നിങ്ങളുടെ ഒരു ടൈമും കൂടെ, അത്രയും ഒരു ടൈമും കൂടെ നമ്മൾ എടുക്കുള്ളൂ. ആ ഒരു ടൈമിൽ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ശരി മാം, അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. മാം വിസിബിൾ ആണല്ലോ അല്ലേ? അതെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫോം. നിങ്ങൾ ഇന്ന് തന്നെ നൈറ്റോട് കൂടി ഇത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. സോ ഇതിൽ പറയുന്ന പോലെ തന്നെ യുവർ വോയിസസ് മാറ്റേഴ്സ്, ഇറ്റ് ഹെൽപ്പ് us to grow so you can grow. സോ ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് നമ്മൾക്ക് അത്യാവശ്യമാണ്. നമ്മുടെ
ഒരു വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ലേണേഴ്സിന്റെ വളർച്ചയ്ക്കും നമ്മുടെ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ വളർച്ചയ്ക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ഒരുപാട് സെഷൻസ് നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ റാപ്പ് സെഷൻ ആണ്. സോ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫുൾ നെയിം എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇഗ്നോയുടെ എൻറോൾമെന്റ് നമ്പർ. എല്ലാവരും തന്നെ നമ്മുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെന്നും എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. നെക്സ്റ്റ് അസൈൻഡ് മെന്ററിന്റെ പേര് കൊടുക്കണം. നെക്സ്റ്റ് ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലേണേഴ്സിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങളുടെ പ്രചോദനം എന്തൊക്കെയാണ്, ആരെങ്കിലും നിങ്ങളെ ഇൻസ്പയർ ചെയ്തു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സെഷൻ വൈസ് ഫീഡ്ബാക്ക് ആണ്. നമ്മൾ ഒരു 10 സെഷൻസോളം കഴിഞ്ഞു. ഇത് 10th സെഷൻ ആണ്, റാപ്പ് സെഷൻ ആണ് ഇന്നത്തെ. സോ ഡിഫറെന്റ് ആയിട്ടുള്ള സെഷൻസ് നമ്മൾ അതിനിടയിൽ കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ലോഞ്ച് നൈറ്റോട് കൂടി നമ്മൾ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ഫാമിലി മീറ്റപ്പ്, അലുമിനി മീറ്റിംഗ്, അതുപോലെ സിലബസ് ഡീകോഡിങ്സ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സെഷൻസ് കഴിഞ്ഞു പോയി. അപ്പൊ അതിന്റെയൊക്കെ ഡിഫറെന്റ് ഫീഡ്ബാക്സ് നിങ്ങൾക്ക് ഇതിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. ഡിഫറെന്റ് ഒപ്പീനിയൻസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ, വെരി ഹെൽപ്ഫുൾ, moderately helpful, slightly helpful and not helpful at all. So നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടെ അറിയിക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് OP 11.0 help you feel more confident about your IGNOU journey? ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എഴുതാം. യെസ് എന്നാണെങ്കിൽ യെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നോ ആണെങ്കിൽ അങ്ങനെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ അറിയിക്കാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിഡ് യു എക്സ്പീരിയൻസ് എനി ഓഫ് ദ ഫോളോയിങ് ത്രൂ OP 11.0? സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ക്ലാരിറ്റി അബൌട്ട് IGNOU സിസ്റ്റം, കോൺഫിഡൻസ് ഇൻ മൈ ലേണിംഗ് പാത്ത്, സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, hope and motivation, inspiration from alumni stories, learned new habits or mindset, technical or academic tips, mental health awareness, language confidence, connection with family. Any other options ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is there any part you felt could have been improved? ഇനി എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ നമ്മളുടെ ഭാഗത്തു നിന്ന് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അക്കോർഡിംഗ്ലി പിന്നീട് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും നമ്മൾക്ക് നിർബന്ധമാണ്. ലാസ്റ്റ് വൺ is, if you could suggest one new element or any idea for the next orientation, what would it be? സോ നിങ്ങൾക്ക് നമ്മുടെ നെക്സ്റ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം, ഇനി ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമാവാവുന്നതാണ്. സോ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതും നമ്മൾ നമ്മുടെ ഈ ഒരു സെഷനിലോട്ടേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. എല്ലാവരും ഇത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്ന് യൂസ് ചെയ്യുക, എന്നിട്ട് അതൊന്ന് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമുക്ക് സെഷൻസ് എൻഡ് ചെയ്യല്ലേ? ശരി, യെസ് മാം, നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഈ ഒരു റാപ്പ് ഓറിയന്റേഷൻ ഹോൾ പ്രോഗ്രാം നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ അക്കാഡമിക് ജേണി ഇന്ന് തൊട്ട് തന്നെ ബിഗിൻ ചെയ്യുകയാണ്. അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ കണക്ട് ചെയ്യണം, നിങ്ങളുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യണം. അതിനൊരു മടിയും കാണിക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഏതൊരു മൊമെന്റിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് പ്രഷ്യസ് ആണ്. അത് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളാവാം, നിങ്ങളുടെ കൺസേൺസ് എന്തും ആവാം. എന്താണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾക്ക് പ്രഷ്യസ് തന്നെയാണ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് കൂടെയാണ്. അപ്പൊ നിങ്ങൾ അതുകൂടെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എപ്പോഴുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. സോ നമുക്ക് എൻഡ് ചെയ്യാം സെഷൻ. ഓക്കെ, താങ്ക് യു ഓൾ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.